ഞാനിപ്പം പർച്ചേസ് ചെയ്തത് 5 പീസാണ്. ആ 5 പീസിൽ ഞാൻ ആ പർച്ചേസ് ഞാൻ എന്താക്കാൻ പോവാണ്, എനിക്ക് അതിൻ്റെ അകത്ത് 2 സാധനം വേണ്ട. ഇപ്പം ഞാനിപ്പോൾ 5 വാങ്ങിക്കണ, എനിക്ക് അതിൻ്റെ അകത്ത് 2 വേണ്ട, ഞാനത് റിട്ടേൺ ആക്കാണ്. 2 ഓപ്ഷൻ ഉണ്ട് റിട്ടേൺ ആക്കുന്ന സമയത്ത്. നമ്മൾക്ക് ഇവിടെ വരാം, ഹോമിൽ വരാം, ഇൻവെൻട്രിയിൽ വരാം. ഈ ഇൻവോയ്സ് നമ്പർ വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്തിട്ട് ഈ പർച്ചേസ് റിട്ടേൺ ഉണ്ടല്ലോ, ഈ പർച്ചേസ് റിട്ടേൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഈ കസ്റ്റമറിന്റെ ക്രെഡിറ്റിൽ ചൂസ് ചെയ്യാം. ക്രെഡിറ്റ് ഓൾറെഡി ക്രെഡിറ്റിലാണെങ്കിൽ അല്ല ക്യാഷിലാണെങ്കിൽ ക്യാഷ് ചൂസ് ചെയ്യാം. ക്യാഷ് ചൂസ് ചെയ്താൽ ഇതേമാതിരി വരും. കെനറ്റ് ഉണ്ട്, കെനറ്റ് ഇല്ല, മറ്റേ ഈ ക്യാഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് റിട്ടേൺ ആക്കാം. ഞാൻ ക്രെഡിറ്റിൽ തന്നെ റിട്ടേൺ ആക്കാണ്. AMT. ഓക്കെ, ഈ AMT ഞാൻ എന്താക്കാണ്, ആ എയർപോർട്സ് വന്നിട്ടുള്ള എയർപോർട്സിൽ ഞാൻ എന്താക്കാം, 2 റിട്ടേൺ ആക്കാം. 2 അടിച്ചു. ഓക്കെ, 2 അടിച്ചിട്ട് ഞാൻ എന്താക്കി, 2 22 ദിനാർ. നേരത്തെ പ്രൈസ് പ്രകാരം ഇവിടെ എന്ത് വന്നു, 22 ദിനാർ വന്നു. 22 ദിനാർ വന്നതിനെ കൊണ്ട് ഞാൻ എന്താക്കാം, അതേമാതിരി ഇൻവെന്ററി ചൂസ് ചെയ്ത് കൊടുക്കാം. അത് ഷോപ്പാണ്. ഇൻവോയ്സ് അവർ തന്ന റിട്ടേൺ ഇൻവോയ്സിൽ എന്തെങ്കിലും നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഇൻവോയ്സിന്റെ നമ്പർ വേണേൽ റെഫറൻസ് ആക്കി കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വന്നു. ഓക്കെ, ഇപ്പം 44 ദിനാറിന് ഞാൻ സാധനം റിട്ടേൺ ആക്കാണ്. 10-ാം തീയതി ദിവസത്തിൽ ഞാൻ സേവ് അടിച്ചു. ഓക്കെ, സേവ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ പുറത്ത് പിന്നെയും വന്നു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ആയിട്ടില്ല, സോറി. ഈ സാധനം സേവ് അടിച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ സാധനം നമുക്ക് ഈ സാധനം പോസ്റ്റ് ആവുള്ളൂ. ഇപ്പം സാധനം പോസ്റ്റായി. നമ്മൾ നേരെ പുറത്ത് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മൾ 5 പീസ് ഉണ്ടായിരുന്നു. 5 പീസിൽ നമ്മൾ 2 റിട്ടേൺ ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ 3 പീസായി. നേരത്തെ 110 ദിനാർ കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം ആകെ എത്ര കാണിക്കുന്നുള്ളൂ, 66 കാണിക്കുന്നുള്ളൂ.